ഹലോ, ഒരു ക്ലോത്തിങ് ഷോപ്പുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാം. എങ്ങനെ നിങ്ങളുടെ ആ ക്ലോത്തിങ് ഷോപ്പ് നല്ല രീതിയിൽ ആ ബിസിനസ് വളർത്തിക്കൊണ്ട് വരാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരു ക്ലോത്തിങ് ഷോപ്പുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ഓർഡേഴ്സ് കൂടുതലായിട്ട് ലഭിക്കുമ്പോഴാണ് അവരുടെ സ്റ്റോക്ക് വേഗത്തിൽ വിറ്റ് തീരുന്നതും അടുത്ത സൈക്കിൾ വന്നതും കൂടുതലായിട്ട് വീണ്ടും ആ സൈക്കിൾ മറിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ലാഭം വരുന്നത്. ക്ലോത്തിങ് ഷോപ്പുള്ള എല്ലാവരുടെയും ഒരു ബിസിനസ് മോഡൽ അതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ലോത്തിങ് ഷോപ്പ് ഓണർ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ മാക്സിമം നമ്പർ ഓഫ് ഓർഡേഴ്സ് ജനറേറ്റ് ചെയ്യാമെന്നാണ്. ഏതെല്ലാം മാർഗത്തിലൂടെ എനിക്ക് പുതിയ കസ്റ്റമറെ കണ്ടെത്താം. ഇപ്പം നിങ്ങളുടെ ഷോപ്പിൻ്റെ ആ ഒരു ബോർഡ് കണ്ട് കുറച്ച് കസ്റ്റമേഴ്സ് വരുന്നുണ്ടാവും. അല്ലറ ചില്ലറയായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതികളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഷോപ്പ് ചിലപ്പോൾ ഒരു ജംഗ്ഷനിലായിരിക്കാം, ബസ് റൂട്ടിൽ കാണുന്ന സ്ഥലത്തായിരിക്കാം, ഒരുപാട് ഐബോൾസ് നിങ്ങൾക്ക് കിട്ടേണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് സെയിലൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ആ പോയിന്റിൽ നിന്ന് ആ ബിസിനസ് കുറച്ചും കൂടി വളർത്തണമെങ്കിൽ എന്ത് ചെയ്യും? ഇന്ന് ഏറ്റവും ചീപ്പായിട്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങളുടെ ബിസിനസ് വളർത്താൻ പറ്റിയ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹൈബ്രിഡ് മെത്തേഡ് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഓൺലൈൻ പ്ലസ് ഫിസിക്കൽ ഷോപ്പ് എന്നുള്ള രീതിയിൽ ഓൺലൈനിലും ചെയ്യുക, അതോടൊപ്പം തന്നെ ഷോപ്പിലും ചെയ്യുക എന്നുള്ള മെത്തേഡ് സ്വീകരിക്കുക. ഷോപ്പിൽ കുറേ വാക്കിൻ കസ്റ്റമേഴ്സ് വരുന്നു, അവർ നിങ്ങളുടെ കളക്ഷൻസ് കാണുന്നു, എടുക്കുന്നു, പോകുന്നു. അതോടൊപ്പം തന്നെ ഓൺലൈനിലും കൂടെ ചെയ്യാനായിട്ട് നോക്കുക. ഓൺലൈനിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഏതെല്ലാം രീതിയിലൂടെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം എന്നാണ് ഒരു ക്ലോത്തിങ് ഷോപ്പുള്ള ഒരു ബിസിനസ് ഓണർ ചിന്തിക്കേണ്ടത്. മാക്സിമം നമ്പർ ഓഫ് ഓർഡേഴ്സിലാണ്, എത്ര എണ്ണം സെയിൽ നടന്നു എന്നതിലാണ് കാര്യം. അപ്പം നിങ്ങളുടെ ഫിസിക്കൽ ഷോപ്പ് അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. അതോടൊപ്പം തന്നെ വേറൊരു സ്ഥലത്ത് വേറൊരു ബ്രാഞ്ച് എന്നുള്ള രീതിയിൽ, വേറൊരു ഔട്ട്ലെറ്റ് എന്നുള്ള രീതിയിൽ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ആ നിലവിലുള്ള ആ ഷോപ്പ് വെച്ചുകൊണ്ട് തന്നെ ഓൺലൈനിലും കൂടി നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ഫിസിക്കലി എക്സ്പാൻഡ് ചെയ്യുന്നതിനേക്കാളും ഒരു 99% ചീപ്പായിട്ട് നമുക്ക് ഓൺലൈനിൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ആ ഫിസിക്കൽ ഷോപ്പിൻ്റെ ഒരു ഓൺലൈൻ വെർഷൻ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഓർഡേഴ്സ് വാട്സപ്പിൽ കിട്ടുന്ന രീതി പഠിക്കണം. മോഡേൺ മാർക്കറ്റിംഗ്, മോഡേൺ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിക്കണം. ഒരു ക്ലോത്തിങ് ബിസിനസ് ഓണർ രാവിലെ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം വരെ ചിന്തിക്കേണ്ടത് ഇതാണ്: എങ്ങനെ എൻ്റെ ബിസിനസ്സിലേക്ക് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാം. നിലവിലുള്ളവർ വീണ്ടും വരുന്നതിനെ പറ്റിയല്ല, പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ എങ്ങനെ കൊണ്ടുവരാം, അവരെ കൊണ്ട് എങ്ങനെ എൻ്റെ പ്രൊഡക്റ്റ് എടുപ്പിക്കാം. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, ഇത് രണ്ടും ഫോക്കസ് ചെയ്യണമെങ്കിൽ ആ ബിസിനസ് സ്വാഭാവികമായിട്ട് വളർന്നു വരും. നിങ്ങളുടെ സ്റ്റോക്ക് വേഗത്തിൽ നിങ്ങൾക്ക് വിറ്റ് തീർക്കാനായിട്ട് സാധിക്കും. ഓൺലൈനിൽ നിന്ന് നിങ്ങൾക്കൊരു വലിയ കസ്റ്റമർ ബേസ് ഉണ്ടാവും, അവർക്ക് റിപ്പീറ്റഡായിട്ട് വീണ്ടും സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഒരു ബുദ്ധിയുള്ള ഒരു ക്ലോത്തിങ് ഷോപ്പുള്ള ഒരു ബിസിനസ് ഓണർ ചിന്തിക്കേണ്ടത്. എങ്ങനെ എൻ്റെ ബിസിനസ്സിലേക്ക് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാമെന്നുള്ളത്. ഇല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിലുള്ള പോലെയൊക്കെ അങ്ങനെ അങ്ങോട്ട് പോകും. വലിയ അത്ഭുതമൊന്നും സംഭവിക്കാൻ പോണില്ല. നിങ്ങൾക്ക് മന്ത്ലി കിട്ടുന്നൊരു റവന്യൂ ഉണ്ട്, അതിന് നിങ്ങളുടെ എക്സ്പെൻസ് കഴിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നൊരു പ്രോഫിറ്റ് ഉണ്ടല്ലോ, അത് ആ ഒരു ഇൻകം എപ്പോഴും സ്റ്റേബിളായിരിക്കും. അതിൽ നിന്നൊരു വളർച്ച ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ഉത്തരത്തിൽ തട്ടി ഇങ്ങനെ നിൽക്കണ പോലെയാണ്, ഇങ്ങനെ ഇടിച്ച് ഇങ്ങനെ നിൽക്കണ പോലെയാണ്. അതിൻ്റെ അത് പൊട്ടിച്ച് പുറത്ത് കിടക്കാൻ പറ്റണില്ല. ആ ഒരു റേഞ്ച് ഉണ്ട്, നമുക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ ഒരു റേഞ്ച് ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റണില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ നിങ്ങളൊരു ക്ലോത്തിങ് ഷോപ്പുള്ളൊരു ബിസിനസ് ഓണറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതാണ്. നിലവിൽ ഇന്ന് വരെ നിങ്ങളുടെ കസ്റ്റമർ ആകാത്ത, നിങ്ങളുടെ ഷോപ്പിനെ പറ്റി അറിയാത്ത, നിങ്ങളുടെ കളക്ഷൻസിനെ പറ്റി അറിയാത്ത പുതിയ വിഭാഗം ആളുകളെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ചാനൽസ് വെട്ടണം. മാർക്കറ്റ് ഒരു ഡാമായിട്ട് സങ്കല്പിക്കുക. ഞാൻ മിക്കപ്പോഴും ഈ ഉദാഹരണം പറയാറുണ്ട്. വലിയൊരു ഡാമാണ്, ഡാമിൻ്റെ അകത്ത് ഒരുപാട് വെള്ളമുണ്ട്, അതായത് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് മാർക്കറ്റിൻ്റെ അകത്ത്. പക്ഷേ ആ വെള്ളം, ആ കസ്റ്റമേഴ്സ് നിങ്ങളുടെ തോട്ടത്തിലെത്തണമെങ്കിൽ നിങ്ങൾ കനാലുകൾ വെട്ടണം, ചാനൽ വെട്ടണം. വലിയൊരു കനാൽ വെട്ടണം, അതിനെ കണക്ട് ചെയ്യുന്ന ചെറിയൊരു കനാൽ വെട്ടണം, അതിനെ കണക്ട് ചെയ്യുന്ന ഒരു തോട് വെട്ടണം. അതിനുശേഷമാണ് നിങ്ങളുടെ തോട്ടത്തിൽ ആ വെള്ളം എത്തുള്ളൂ. അതിനുശേഷമാണ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ആ പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് എത്തുള്ളൂ. അപ്പോൾ ഈ ചാനൽസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്ലോത്തിങ് ബിസിനസ് ഓണർ ചിന്തിക്കേണ്ടത്. ഷോപ്പ് ഉള്ളതോടൊപ്പം തന്നെ ഏറ്റവും എളുപ്പത്തിൽ ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്, ഓൺലൈനിലൂടെ കസ്റ്റമറെ കണ്ടെത്തി പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റുന്നത് ക്ലോത്തിങ് ഷോപ്പുള്ളൊരു ഷോപ്പ് ഓണർക്കാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ബിസിനസ് ഓൾറെഡി അറിയാം, നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്,
കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ അറിയാം. ഈ ഓൺലൈനിലെ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? പുറത്തുള്ള നിങ്ങളുടെ ഷോപ്പിൽ വരുന്ന ആളുകളൊക്കെ തന്നെയാണ്. അത് വേറെ സ്ഥലത്തുനിന്ന് വരുന്നു, എൻക്വയറി ചെയ്യുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ പെയിൻ എന്താണെന്ന് അറിയാം, അവർക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാം, ഏത് പ്രൈസ് റേഞ്ചിന് ഏത് കളർ കോമ്പിനേഷൻ സെല്ല് ചെയ്ത് പോകുമെന്ന് അറിയാം. പല പല കാര്യങ്ങളും നിങ്ങൾക്കറിയാം. നിങ്ങൾക്കാണ് ഏറ്റവും എളുപ്പത്തിൽ സോഷ്യൽ മീഡിയ വഴി കസ്റ്റമറെ കണ്ടെത്താനും നിങ്ങളുടെ സെയിൽ വർദ്ധിപ്പിക്കാനും സാധിക്കുന്നത്. ഇന്ന് എല്ലാവരും ഓൺലൈനിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, ഭാവി ഓൺലൈനാണ്, ഭാവിയിൽ ഇനി എല്ലാം ഓൺലൈനിലൂടെയാണ് നടക്കുക. ഈ പറയുന്ന ആളുകൾ ഇവർക്ക് ഇപ്പോഴും തിരിച്ചറിവ് വന്നിട്ടില്ല. ഇനി എന്താണ് ഭാവി? ഇത് ഓൾറെഡി അത് സംഭവിച്ചു കഴിഞ്ഞു. എല്ലാം ഓൺലൈനിൽ നിന്നുള്ള ആ രീതി ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഏത് ഭാവിയുടെ കാര്യമാണ് പറയുന്നത്? നമ്മൾ പ്രസൻറ്റിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചറിൽ വരുന്നതിനെ പറ്റിയിട്ടല്ല ഇവർ പറയേണ്ടത്, അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം, ജെൻസി പോപ്പുലേഷൻ ഓൾറെഡി ജോലിയൊക്കെ കിട്ടി, അവർക്ക് പർച്ചേസിങ് പവർ വന്നു തുടങ്ങി. അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും പുതിയ കസ്റ്റമേഴ്സായിട്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരാനിരിക്കുന്നവരും അവർക്കെല്ലാം ഓൺലൈൻ പ്രസൻസ് ഉണ്ട്, അവർക്കെല്ലാം സെൽഫോൺ ഉണ്ട്, ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാം, എങ്ങനെ ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യണമെന്നറിയാം, എല്ലാം ഇവർക്കറിയാം. അതായത് പർച്ചേസിങ് പവറുള്ള ഈ കസ്റ്റമേഴ്സ് ഓൾറെഡി ഓൺലൈനിൽ പ്രസൻസ് ഉള്ളപ്പോൾ ആ മാർക്കറ്റിനെ ക്യാപ്ചർ ചെയ്യാനാണ് ബുദ്ധിയുള്ളൊരു ബിസിനസ് ഓണർ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു ഹൈബ്രിഡ് മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബിസിനസ് നിലവിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സെയിൽ ഓൺലൈൻ പ്ലസ് ഫിസിക്കൽ ഷോപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഇന്നത്തെ കാലത്ത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ആ ഒരു എക്സ്ട്രാ ഇൻകം കൊണ്ടുവരാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ്. മറ്റ് നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം ഒരു വെബ്സൈറ്റോ നിങ്ങളുടേതായിട്ടുള്ളൊരു മൊബൈൽ ആപ്ലിക്കേഷനോ ഇതിൻ്റെ ഒന്നും പുറകെ പോകേണ്ട ഒരു കാര്യമില്ല. കസ്റ്റമർ എവിടെയാണോ അവിടെ സാധനം പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊരു വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കി ടെക്നിക്കൽ വശങ്ങളും കാര്യങ്ങളും എല്ലാം പഠിച്ച് അതിൻ്റെ പുറകെ കിടന്ന് ഓടുന്നതിനേക്കാളും ഫാർ ബെറ്ററാണ് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാം ഉപയോഗിച്ച് വാട്സപ്പിൽ ഡയറക്റ്റ് ഓർഡേഴ്സ് കിട്ടുന്ന സിസ്റ്റം പഠിക്കുക എന്നുള്ളത്. ഇവിടെയാണ് ഡിജി സെയിൽസിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക. നിങ്ങളൊരു ക്ലോത്തിങ് ഷോപ്പുള്ളൊരു ബിസിനസ് ഓണറാണ്, നിങ്ങൾക്ക് ആ ബിസിനസ് വളർത്തണം, സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കസ്റ്റമറെ കണ്ടെത്തണം, വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ വാട്സപ്പിൽ ഓർഡേഴ്സ് കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു ഓൺലൈൻ സിസ്റ്റം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഡിജി സെയിൽസിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. താഴെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.